ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ടോപ്പ് 20 MCക്കുള്ള കോളേജസ്, ടോപ്പ് 20 കോളേജസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൽ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 3 ഗവൺമെൻറ് കോളേജ്, 2 എയ്ഡഡ് കോളേജ് ഉണ്ട്. അത് 5 കോളേജും നല്ല കോളേജാണ്. സോ അത് 5 കോളേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബാലൻസ് ഉള്ള ലിസ്റ്റിലുള്ള കോളേജസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് പൊസിഷനിലുള്ള കോളേജാണ് KMCT, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലന്തോട്. ആൻഡ് ഇത് NAAC ഗ്രേഡ് A++ ഉണ്ട് ഈ കോളേജിന്. പിന്നെ 90% പ്ലേസ്മെൻ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ ഉള്ള ഫാക്കൽറ്റീസും വെൽ ക്വാളിഫൈഡ് ആണ്. ആൻഡ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസാണ് കൂടുതലുള്ളത്. ആൻഡ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിരിക്കുന്നത് ഗൂഗിളിൽ നിന്നാണ്. ഡിഫറെൻറ്റ് സൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ എത്രത്തോളം അത് അക്യുറേറ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഒരു 70% എങ്കിലും കറക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ കൂടുതൽ കോളേജസിനും NAC ഗ്രേഡ് ഞാൻ കൊടുത്തിട്ടില്ല, പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് വൈസാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഉള്ള സീനിയേഴ്സ് ഒരു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആരോടെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ഒരു കോളേജിനെ കുറിച്ച് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആർക്കും പുറത്തു നിന്ന് ആർക്കും കൂടുതൽ അറിയത്തില്ല. സോ നിങ്ങൾക്കറിയാവുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ദെൻ ഇതിൽ സെക്കൻഡ് പൊസിഷനിലുള്ള കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. ആൻഡ് ഇതിൽ 85% ആണ് പ്ലേസ്മെൻറ്റ് വരുന്നത്. ആൻഡ് ഇതൊരു ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. ഇത് ഒരു നല്ല കോളേജാണ്. പ്ലേസ്മെൻ്റ് ഒക്കെ നല്ലപോലെ ഉണ്ട്. ആൻഡ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കൂടെയാണ്. ഇത് IHRD കോളേജാണ്. ആൻഡ് ഇവിടെയുള്ള ഫാക്കൽറ്റീസ് എല്ലാം എക്സ്പീരിയൻസ്ഡ് വിത്ത് PhD ഹോൾഡേഴ്സാണ്. നല്ല ഫാക്കൽറ്റീസും ഉണ്ട്. പ്ലേസ്മെൻറ്റും നല്ല പ്ലേസ്മെൻറ്റ് റേറ്റാണ് ഇവിടെ ഉള്ളത്. തേർഡ് പൊസിഷനിലുള്ള കോളേജാണ് MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടിപ്പുരം. ആൻഡ് ഇതിൽ 80% ആണ് പ്ലേസ്മെൻറ്റ് വരുന്നത്. ഫോർത്ത് പൊസിഷനിലുള്ള കോളേജാണ് ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ആൻഡ് ഇവിടെ 80% പ്ലേസ്മെൻ്റ് ഉണ്ട്. ആൻഡ് ഇതിൽ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ, നല്ല സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ ഉണ്ട്. പിന്നെ ഫിഫ്ത്ത് പൊസിഷനിൽ വരുന്ന കോളേജാണ് SEMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇത് സ്കൂൾ ഓഫ് ടെക്നോളജിയിലെ 2 കോളേജസാണ് ഉള്ളത്. അതിൽ ഫുൾ കോളേജിനെ നോക്കിയിട്ട് വേണം നിങ്ങൾ അലോട്ട്മെൻറ്റിന് വയ്ക്കാൻ. ഇത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി SEMS. ഇത് A+ അക്രഡിറ്റഡ് കോളേജാണ് വിത്ത് 75% പ്ലേസ്മെൻറ്റ് റേറ്റ്. നെക്സ്റ്റ് സിക്സ്ത് പൊസിഷനിൽ FISAT ആണ് ഉള്ളത്, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ആൻഡ് ഇതിന് A+ ഗ്രേഡ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് റേറ്റ് 75% ആണ്. ദെൻ സെവൻത്ത് പൊസിഷനിൽ KMEA കോളേജ്, KMEA എഞ്ചിനീയറിംഗ് കോളേജ് എടത്തല. ആൻഡ് ഇതിൽ 70% ആണ് പ്ലേസ്മെൻറ്റ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് എയ്ത്ത് പൊസിഷനിൽ ശ്രീനാരായണ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ആൻഡ് ഇതിന് 70% ആണ് പ്ലേസ്മെൻറ്റ് റേറ്റ് ഉള്ളത്. ആൻഡ് നയൻത്ത് കോളേജ് മംഗലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം MACE. ആൻഡ് ഇതിന് 65% ആണ് പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് 10th പൊസിഷനിൽ മാർ ബെസീലിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ആണ് MBITS. ആൻഡ് ഇതിനും 65% ആണ് പ്ലേസ്മെൻറ്റ് റേറ്റ്. ദെൻ 11th പൊസിഷനിലാണ് മുത്തൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ഉള്ളത് MITS. ഇതിന് 60% ആണ് പ്ലേസ്മെൻറ്റ് റേറ്റ് ഉള്ളത്. ആൻഡ് 12th പൊസിഷനിൽ നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഉണ്ട് NCERC. ആൻഡ് ഇതിന് 60% ആണ് പ്ലേസ്മെൻറ്റ് റേറ്റ് ഉള്ളത്. ആൻഡ് 13th പൊസിഷനിൽ ശ്രീനാരായണ ഗുരുകുളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് SNGCE ഉണ്ട്. ഇതിന് 55% ആണ് പ്ലേസ്മെൻറ്റ് റേറ്റ്. ആൻഡ് 14th പൊസിഷനിൽ വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി VAST ആണ്. ഇതിന് 55% പ്ലേസ്മെൻറ്റ് റേറ്റ് ഉണ്ട്. 15th പൊസിഷനിൽ ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി CIT. ഇതിന് 50% ആണ് പ്ലേസ്മെൻറ്റ് റേറ്റ് ഉള്ളത്. ആൻഡ് 16th പൊസിഷനിൽ DePaul ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി DISAT. ഇതിന് 50% പ്ലേസ്മെൻറ്റ് റേറ്റ് ഉണ്ട്. ആൻഡ് 17th പൊസിഷനിൽ ക്രിസ്റ്റ് ജ്യോതി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ടെക്നോളജി KJCMT. ഇതിന് 45% ആണ് പ്ലേസ്മെൻറ്റ് റേറ്റ് ഉള്ളത്. ആൻഡ് 18th പൊസിഷനിൽ മാർ അത്തനാഷ്യസ് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആണ്. ഇതിന് 45% പ്ലേസ്മെൻറ്റ് റേറ്റ് ഉണ്ട്.
ആൻഡ് 19th പൊസിഷനിൽ MES അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി. ഇവിടെ 40% ആണ് പ്ലേസ്മെൻറ്റ് റേറ്റ് ഉള്ളത്. ആൻഡ് ഫൈനലി 20th പൊസിഷനിലുള്ളത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി SNIT. ഇതിൻ്റെ ലൊക്കേഷൻ കൊല്ലമാണ്. ആൻഡ് ഇതിൽ 40% പ്ലേസ്മെൻറ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്ലേസ്മെൻറ്റ് റേറ്റ് ഒക്കെ എങ്ങനെ എത്രത്തോളം അക്യുറേറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് റഫ്ലി എനിക്ക് കിട്ടിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, കോളേജിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവിടെയുള്ള സീനിയേഴ്സ് അവിടെ ഉള്ള സ്റ്റുഡൻസിനോട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ആൻഡ് MCA സ്റ്റുഡൻസിനുള്ള ടെലഗ്രാം ചാനൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും സ്റ്റുഡൻസിനൊക്കെ കിട്ടും. അപ്പോൾ അവരോട് നിങ്ങൾ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. താങ്ക്